ഹായ് എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ ഒരു ചന മസാലൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ആക്ച്വലി ഇതിൻ്റെ ഓതൻറ്റിക് ആൻഡ് ട്രഡീഷണൽ നെയിം ചോലെ എന്നാണ്. പക്ഷേ ചന മസാല എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടുള്ളത് എന്താ ഗ്രേവിയിൽ. ഇത് വെള്ളക്കടല ഉണ്ടാക്കുന്ന ഒരു റിച്ച് സെമി ഗ്രേവിയാണ് കേട്ടോ. സോ ഫസ്റ്റ് തന്നെ വെള്ളക്കടല നന്നായിട്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്യുക. ദെൻ ഇത് നിങ്ങൾക്ക് ടീ ബാഗ് ഇടുക, അല്ലെങ്കിൽ നല്ല കട്ടൻ ചായ തിളപ്പിച്ചിട്ട് കട്ടിയുള്ള വെള്ളം ഒഴിക്കുക. മധുരം ഇടരുത് കേട്ടോ. ദെൻ ബേ ലീഫ്, പട്ട, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ് ആൻഡ് എ പിഞ്ച് ഓഫ് ബേക്കിംഗ് സോഡ. നമ്മൾ ഈ കട്ടൻ ചായൻ്റെ വെള്ളം ഒഴിക്കുന്നത് ഈ ഒരു കളർ വരാനാണ് കേട്ടോ. ബിക്കോസ് ഈ ഒരു ഡിഷിൻ്റെ ഗ്രേവി ഭയങ്കര ഒരു ഡാർക്ക് ഷെയ്ഡാണ്. സോ കറി ഉണ്ടാക്കി വരുമ്പോൾ ഈ കടല മാത്രം എടുത്ത് നിൽക്കും. സോ ആകുമ്പോഴത്തെ ഒരു ബ്ലെൻഡ്നെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കട്ടൻ ചായ ഒഴിച്ചിട്ട് അതിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് ഡാർക്ക് ആക്കണം. ആൻഡ് കട്ടൻ ചായ കുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ചിക്കീന് ഒരു എർത്തി ഫ്ലേവർ വരും കേട്ടോ. ഇത് നന്നായിട്ട് പ്രഷർ കുക്ക് ചെയ്ത സൈഡിൽ വെക്കുക. ആൻഡ് മീൻ വൈൽ നമുക്കിതിൻ്റെ മസാല ഉണ്ടാക്കാം. ഓയിൽക്ക് നല്ല ജീരകം, പട്ട, ബേ ലീവ്സ് ഇട്ട് ഒന്ന് പൊട്ടിക്കുക. ഇത് പൊട്ടി വരുമ്പോൾ ചോപ്പ് ചെയ്ത ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. ഇതൊരു ക്രീമി ഷെയ്ഡ് ആവണ വരെ ഒന്ന് സോട്ട് ചെയ്യണം കേട്ടോ. ഈ ഗ്രേവീൻ്റെ മസാല ഉണ്ടാക്കുമ്പോൾ ഐദർ നമ്മൾ ഈ കാസ്റ്റ് അയണിൻ്റെ പോട്ടിലോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചട്ടിയിലൊക്കെ ഉണ്ടാക്കുന്നതാണ് ബെസ്റ്റ്. ബിക്കോസ് ഇങ്ങനത്തെ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ ആ പോട്ടിൽ നിന്ന് കുക്ക് ചെയ്യുമ്പോഴുള്ളൊരു ഫ്ലേവറും കൂടി വരാനുണ്ട്. ദെൻ ഞാൻ കുറച്ച് മുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. ദെൻ ചോപ്പ് ചെയ്ത ടൊമാറ്റോസ്. തക്കാളി കുറച്ച് അധികം വേണം കേട്ടോ. ഉള്ളിട്ട അതേ ക്വാണ്ടിറ്റി തന്നെ തക്കാളി വേണം. ബിക്കോസ് ഇത് നല്ലൊരു മസാല ഉള്ള ഗ്രേവിയാണ്. ദെൻ അത് കുറച്ച് ഉപ്പിട്ടിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കാം കേട്ടോ. ഇത് ആക്ച്വലി ഒരു ഓതൻറ്റിക് നോർത്ത് ഇന്ത്യൻ ഡിഷാണ് കേട്ടോ. പ്രിസൈസ്ലി പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ ഡിഷ് ഫ്രം പഞ്ചാബ്. സോ അതുകൊണ്ട് തന്നെ ഈ ഗ്രേവിൻ്റെ ഫ്ലേവർ ഭയങ്കര ബോൾഡ് ആൻഡ് റിച്ച് ആണ് കേട്ടോ. നമ്മുടെ കേരള പാലറ്റിന് പറ്റിയൊരു ഗ്രേവിയാണിത്. നല്ല എരിവും പുളിയും ഒക്കെ ഉള്ളൊരു ഗ്രേവി. സോ നമ്മൾ തക്കാളി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. അത് കയ്യിൽ വെച്ച് ഒന്ന് നന്നായിട്ട് ഉടയ്ക്കാം. ദെൻ നമ്മളിതിൽ പൊടിയായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി ആൻഡ് നല്ല ജീരകപ്പൊടിയാണ് കേട്ടോ. നല്ല ജീരകം അല്ലാത്ത 4 പൊടികളും ഇതിലിട്ടിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യാം. പൊടികളൊക്കെ കുറച്ച് അധികമാണ് കേട്ടോ, മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ. ദെൻ അതൊന്ന് പച്ചമണം മാറുന്ന വരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യാം. ഈ ഗ്രേവിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ ഭട്ടൂര കേട്ടോ. നമ്മൾ ഇഡ്ഡലി സാമ്പാർ എന്നൊക്കെ പറയുന്ന പോലെ ചോലെ ഭട്ടൂര ഒരു ക്ലാസിക് കോംബോ ആണ്. പക്ഷെ എന്നാലും പൂരിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ വൈറ്റ് റൈസിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് ഈ ഗ്രേവി. ദെൻ ആ മസാല ഒക്കെ നന്നായിട്ട് വെന്തെന്നാൽ നമുക്ക് നമ്മൾ കുക്ക് ചെയ്ത കടലിടാം. ഈ കടൽ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്യണം. ബട്ട് അറ്റ് ദ സെയിം ടൈം അതിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. ഓവർ കുക്ക് ചെയ്താൽ നമ്മൾ ഈ മസാലയിട്ട് ഇത് ഇളക്കുമ്പോൾ ഇതാകുമ്പോഴത്തെ ഒരു കലങ്ങിപ്പോവും. സോ അതിൻ്റെ ഷേപ്പ് നമുക്ക് കാണണം ഈ ഗ്രേവിയിൽ. യൂഷ്വലി നല്ല സോക്ക് ആയിട്ടുള്ള കടല ഒരു 8 to 10 വിസിൽസ് ആകുമ്പോൾ പെർഫെക്റ്റ്ലി കുക്കായി കിട്ടും കേട്ടോ. പക്ഷേ കടല ചിലപ്പോൾ ഡിഫറെൻ്റ് ആണ്. ചിലപ്പോൾ 12 വിസിൽസ് അടിച്ചാൽ അത് വെന്തിട്ടുണ്ടാവില്ല. സോ ഇറ്റ് സ്ലൈറ്റ്ലി ഡിപ്പെൻഡ് ഓൺ ദ കടല. ദെൻ നമ്മൾ ഈ മസാല ഈ കടലായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഈ കടലേക്കൊന്നും ഈ മസാലൻ്റെ ഫ്ലേവർ വന്നിട്ടുണ്ടാവില്ല. സോ നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് നന്നായിട്ട് തിളപ്പിക്കുക. ഈ മസാലൻ്റെ ഫ്ലേവർ ഈ കടലേക്കൊന്ന് വരാൻ. ആൻഡ് വൺ മോർ തിങ്, ഈ കടലയിൽ ചായക്ക് പകരം ടീ ബാഗ് ഇടാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. സോ കടല കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇഫ് യു ആർ ആഡിങ് ടീ ബാഗ്, ആ ടീ ബാഗ് ഒന്ന് എടുത്ത് മാറ്റണം കേട്ടോ. ആൻഡ് ബേ ലീവ്സും നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് മാറ്റാം. ദെൻ അതൊന്ന് തിളച്ച് വരുമ്പോൾ ചെറുതായിട്ട് ജൂലിയൻസ് ആയിട്ട് കട്ട് ചെയ്ത കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ദെൻ കുറച്ച് റോസ്റ്റ് ചെയ്ത കസൂരി മേത്തി, കുറച്ച് ഫ്രഷ്ലി ചോപ്ഡ് കൊറിയാണ്ടർ ലീവ്സ് ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ഞാൻ പറഞ്ഞത് ഇതൊരു സെമി ഗ്രേവിയാണ്. സോ ഇത്ര ഗ്രേവി നമുക്ക് ആവശ്യമില്ല. അത് ഗ്രേവി വേണമെങ്കിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം കേട്ടോ. സോ അത് മൂടി വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമ്മളെ ഗ്രേവി റെഡി ആയിട്ടോ. ഇതിൽ കുറച്ച് നല്ല ജീരകപ്പൊടിയും കൂടെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് സൈഡ് വെക്കാം. ദെൻ ഒരു പോട്ടിൽ നല്ല പശുവിൻ്റെ നെയ്യിടുക. അതൊന്ന് ചൂടായി വരുമ്പോൾ ഓഫാക്കിയിട്ടിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും മുളകും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൊരിക്കുക. എന്നിട്ട് ഈ നെയ്യ് നമ്മൾ ഈ ഗ്രേവീൻ്റെ മുകളിൽ ഒഴിക്കുക. ഇത് മിക്സ് ആകുമ്പോൾ ഈ ഗ്രേവിക്ക് കിട്ടുന്ന ഒരു ബ്രൈറ്റ് മെറൂൺ കൈൻഡ് ഓഫ് ഒരു കളറുണ്ട്. ആ കളറാണ് ഈ ഗ്രേവിനെ ഭയങ്കരമായിട്ട് റിച്ച് ആക്കുന്നത് കേട്ടോ. ഇതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ തോന്നും. സോ ഈ സ്റ്റെപ്പ് എന്തായാലും നിങ്ങൾ മിസ് ചെയ്യരുത്. കാരണം പശുവിൻ്റെ നെയ്യിൽ ആ മുളക് മൊരിയുമ്പോൾ വേറെ തന്നെ ഒരു ഫ്ലേവർ വരാനുണ്ട്. ദെൻ അറ്റ് ലാസ്റ്റ് നമ്മളിത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഉള്ളി ചോപ്പ് ചെയ്തതും കുറച്ച് മല്ലിച്ചപ്പ് ചോപ്പ് ചെയ്തതും ഓൺ ടോപ്പ് ഒരു ലെമൺ വെഡ്ജും കൂടി വെച്ചാൽ നമ്മുടെ ചന മസാല ഓർ ചോല ഈസ് റെഡി കേട്ടോ. ആക്ച്വലി നമുക്കിത് ഇങ്ങനെ തന്നെ കഴിക്കാം, ലെമൺ സ്ക്യൂസ് ചെയ്തിട്ട്. അല്ലെങ്കിൽ ഇത് ക്ലാസിക് കോംബോ ഭട്ടൂര, ചപ്പാത്തി, റൈസ്, എനിത്തിങ്.
So do try guys, because chickpea, as we all know, is very rich in nutrition in the corn days until. So do try and let me know your feedbacks in the comments. And if you like these kind of videos, please do like, share, comment and subscribe to my channel. We'll see you with another video. Okay, bye.